ഹരേ കൃഷ്ണ. എല്ലാ ഡിവോട്ടീസിനും എന്റെ പ്രണാമം. ജയ രാധ മാധവ കുഞ്ച ബിഹാരി ഗോപീജന വല്ലഭ ഗിരിവരധാരി. ജയ രാധ മാധവ കുഞ്ച ബിഹാരി ഗോപീജന വല്ലഭ ഗിരിവരധാരി. യശോദനന്ദന വ്രജ ജന യശോദനന്ദന വ്രജ ജന യമുന തീര വനചാരി. യമുന തീര വനചാരി. ജയ രാധ മാധവ കുഞ്ച ബിഹാരി ഗോപീജന വല്ലഭ ഗിരിവരധാരി. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ ഹരേ. ഓം അജ്ഞാനതിമിരാന്ധസ്യ ജ്ഞാനാഞ്ജനശലാകയാ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീഗുരവേ നമഃ. ശ്രീചൈതന്യമനോഭീഷ്ടം സ്ഥാപിതം യേന ഭൂതലേ സ്വയം രൂപകഥാ മഹ്യം ദദാതി സുപദാന്തികം. വന്ദേഹം ശ്രീഗുരു ശ്രീയുതപദകമലം ശ്രീഗുരൂൻ വൈഷ്ണവാം ച ശ്രീരൂപം സാഗ്രജാതം സഹഗണ രഘുനാഥാന്വിതം തം സജീവം സാദ്വൈതം സാവധൂതം പരിജനസഹിതം ശ്രീകൃഷ്ണ ചൈതന്യദേവം ശ്രീരാധാ കൃഷ്ണപാദാൻ സഹഗണലളിതാ ശ്രീവിശാഖാന്വിതാംശ്ച. ഹേ കൃഷ്ണ കരുണാ സിന്ധു ദീനബന്ധോ ജഗത്പദേ ഗോപേശ ഗോപികാകാന്ത രാധാകാന്ത നമോസ്തുതേ. തപ്തകാഞ്ചന ഗൗരാംഗി രാധേ വൃന്ദാവനേശ്വരി വൃഷഭാനുസുതേ ദേവി പ്രണമാമി ഹരിപ്രിയേ. जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासादि गौर भक्तवृंदा. हरे कृष्ण 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 हरे 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 राम 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 हरे हरे. ഹരേ കൃഷ്ണ. കഴിഞ്ഞ ക്ലാസ്സില് നമ്മള് ദശമസ്കന്ധത്തിലെ 10ാമത്തെ സ്കന്ധത്തിലെ 8ാമത്തെ അധ്യായത്തിലെ 1ാമത്തെ ശ്ലോകമായിരുന്നു കണ്ടത്. അതില് നമ്മൾ പശ്ചാത്തലം ആദ്യം കണ്ടു അല്ലെ. വസുദേവ് മഹാരാജാവിന്റെ മനസ്സിലെ ചിന്തകളും വ്യാകുലതകളും ഒക്കെ അത് അദ്ദേഹം ആരോട് പങ്കുവെക്കുന്നു? ഗർഗാചാര്യരോട് പങ്കുവെക്കുന്നു. അതിൽ പ്രചോദിതനായിട്ട് അദ്ദേഹം, അതായത് ഗർഗാചാര്യര് എവിടേക്ക് വരുന്നു? വൃന്ദാവനത്തിലേക്ക് വരുന്നു. ആരെ കാണാൻ? നന്ദ മഹാരാജാവിനെ കാണാൻ. അവിടുത്തെ അവസ്ഥയും എന്താണ്? യശോദ മാതാവ് തന്റെ കുട്ടിയുടെ വായില് അസ്വാഭാവികമായിട്ട്, അതായത് കുട്ടി ഒന്ന് വായൊന്ന് തുറന്നപ്പോഴത്തേക്കും, പ്രപഞ്ചം കണ്ടപ്പോഴത്തേക്കും യശോദ മാതാവ് ചിന്തിച്ചു തന്റെ കുട്ടിയിലെ എന്തോ പ്രാക്കോ അല്ലെ കണ്ണീരോ എന്തോ സംഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് എത്രയും വേഗം അവന് നാമകരണം നടത്തണം. അതുപോലെ അതിന് അനുയോജ്യനായിട്ടുള്ള, അർഹതപ്പെട്ടിട്ടുള്ള ഒരു ആചാര്യനെ കണ്ടെത്തി അവന് അനുഗ്രഹിക്കണം എന്നൊക്കെ ആ ഒരു ചിന്ത യശോദ മാതാവ് ആരോട് പങ്കുവെക്കുന്നു? നന്ദ മഹാരാജാവിനോട് പങ്കുവെക്കുന്നു. അങ്ങനെ ഈ ഒരു സന്ദർഭത്തിലാണ് ഗർഗാചാര്യര് ആ വൃന്ദാവനത്തിലേക്ക് പ്രവേശിക്കുന്നത്. അതിൽ നമ്മൾ കണ്ടു ആചാര്യന്മാര് വളരെ ഭംഗിയായി വിശദീകരിക്കുന്നത് നന്ദ മഹാരാജാവിനെ സാഗരമായിട്ടും ഗർഗാചാര്യരെ മഴയായിട്ടും നന്ദ മഹാരാജാവിനെ വൃന്ദാവനത്തിലെ മേരുപർവ്വതമായിട്ടും വർണ്ണിച്ച് എങ്ങനെയാണ് ഗർഗാചാര്യര് അത് വളരെ ആ കാര്യം, അതായത് വസുദേവ് മഹാരാജാവ് ഗർഗാചാര്യരോട് പങ്കുവെച്ച കാര്യങ്ങൾ വളരെ ലളിതമായി, എന്നാൽ വളരെ വിശദമായിട്ടെന്ന് പറയുമ്പോൾ ആ വ്യാകുലതകൾ ഒന്നും തന്നെ നന്ദ മഹാരാജാവിനെ അറിയിക്കാതെ വളരെ സമചിത്തതയോടെ ഇതായിട്ട് നന്ദ മഹാരാജാവിനോട് അവതരിപ്പിക്കുന്നത് നമ്മൾ കണ്ടു. അതുപോലെ നാമത്തിന്റെ മഹത്വം എന്താണ്, ആ ഒരു മാധുര്യം എങ്ങനെയാണ് വൃന്ദാവനത്തിലെ ഗോപസ്ത്രീകൾ സ്വീകരിച്ചത്, അതും നമ്മൾ കണ്ടു. അപ്പോ
മഹാതപസ്വി ആയിട്ടുള്ള സുമഹാതപ ആയിട്ടുള്ള ആ ഒരു വിവരണം ഗർഗാചാര്യർ എങ്ങനെയാണ് സുമഹാതപസ്വി ആയത്, എങ്ങനെയാണ് ആചാര്യന്മാര് അതിനെ വർണ്ണിക്കുന്നത്, അതും നമ്മൾ കണ്ടു. അവിടെ നിന്നാണ് നമ്മൾ തുടർന്നു പോകുന്നത്. ആചാര്യന്മാര് പറയുന്നു ഗർഗാചാര്യരെ സുമഹാതപസ്വി, അതായത് അദ്ദേഹം ഒരു ഇന്ദ്രിയങ്ങളെ നിയന്ത്രിച്ച വ്യക്തിയാണ്. ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കുക മാത്രമല്ല, ആ ഇന്ദ്രിയങ്ങളെ ഭഗവാന്റെ ഭക്തിയുത സേവനത്തിന് ഉപയോഗിച്ച വ്യക്തിയാണ്. മാത്രമല്ല അദ്ദേഹം ഒരു തികഞ്ഞ വൈഷ്ണവൻ കൂടിയാണ്. അപ്പം സുമഹാതപസ്വിയായ അദ്ദേഹം വെറും ഒരു തപസ്വി മാത്രമല്ല, അല്ലെങ്കിൽ വെറും ഒരു സുതപസ്വി മാത്രമല്ല, അല്ലെങ്കിൽ അദ്ദേഹത്തെ അങ്ങനെ വിളിക്കാൻ മറ്റൊരു കാരണം കൂടിയുണ്ട് എന്ന് പറയുന്നു. അതിന് അദ്ദേഹത്തെ സാമ്യപ്പെടുത്തുന്നത് സൂര്യദേവനായിട്ടാണ്. അതായത് ആചാര്യന്മാര് പറയുന്നു ഗർഗാചാര്യര് സൂര്യനെ പോലെയാണ് എന്ന് പറയുന്നു. സുമഹാതപ, ആ വാക്കിനെ ഇനിയും നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാം, അതായത് രണ്ടായിട്ട് മാറ്റാം. മ ആത്തപ, സു മ ആത്തപ. തപ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹീറ്റ്, ചൂട്, താപം എന്ന്. അതുകൊണ്ട് തന്നെ സൂര്യനുമായിട്ട് ആരെ ഉപമിച്ചിരിക്കുന്നു? ഗർഗാചാര്യരെ ഉപമിച്ചിരിക്കുന്നു. കാരണം ഗർഗാചാര്യർ ആരാണ്? നമ്മൾ കണ്ടു, യദുന പുരോഹിത. പുരോഹിതൻ ആരാണ്? നമുക്ക് വേണ്ടി ഹിതം പ്രവർത്തിക്കുന്ന വ്യക്തി, നമ്മളുടെ അടുത്തേക്ക് വന്നിട്ട് നമുക്ക് വേണ്ടി ഹിതം പ്രവർത്തിക്കുക. സൂര്യദേവൻ എങ്ങനെയാണ്? സൂര്യദേവൻ എല്ലാ ദിവസവും ഉദിക്കുകയും അസ്തമിക്കുകയും ചെയ്യും, അല്ലെ? നമ്മളുടെ പക്കലേക്ക് വന്നിട്ട് അദ്ദേഹത്തിന്റെ ഊർജം നമുക്ക് നൽകും. അപ്പൊ അതുപോലെയാണ് ഗർഗാചാര്യർ. ഗർഗാചാര്യർ സ്വന്തം ലാഭത്തിന് വേണ്ടിയിട്ടാണോ ഇപ്പോ വൃന്ദാവനത്തിലേക്ക് വന്നിരിക്കുന്നത്? അല്ല, അദ്ദേഹം ഒരു പുരോഹിതനാണ്, സൂര്യനെ പോലെ തന്നെ. സ്വന്തം ഹിതം അല്ലെങ്കിൽ സ്വന്തം ലാഭത്തിന് വേണ്ടിയിട്ടല്ല. അദ്ദേഹം ആ വസുദേവനാൽ പ്രചോദിതനായിട്ട് സൂര്യദേവനെ പോലെ അവിടെ ആ നന്ദ വൃന്ദാവനത്തില് അവർക്ക് ഹിതം ചെയ്യാനായിട്ട് അവരുടെ മുന്നിൽ എത്തിയിരിക്കുകയാണ്. അതുകൊണ്ട് സൂര്യദേവനെ പോലെ ഒരു പുരോഹിതനാണ് എന്ന്, അത് ആ തപ, അദ്ദേഹത്തിൽ ഊർജമുണ്ട് എന്ന് നമ്മുടെ ആചാര്യന്മാര് വർണ്ണിക്കുന്നു. ഇത് നമ്മള് ബ്രഹ്മസംഹിതയിൽ കാണുന്നുണ്ട്, അല്ലെ? യക്ഷുരേഷ സവിത സകല ഗ്രഹാണ രാജാ സമസ്ത സുരമൂർത്തിരശേഷ തേജ യസ്യജ്ഞയഭ്രമതി സംവൃത കാലചക്രോ ഗോവിന്ദമാദി പുരുഷം തമഹം ഭജാമി. അല്ലെ? ഭഗവാൻ സൂര്യദേവനാണ്. എല്ലാ ഗ്രഹങ്ങളിലെ വെച്ച് രാജാവ് എന്ന് പറയുന്നത് സൂര്യദേവനാണ്. അതുപോലെ ഗർഗാചാര്യരാണ് മുനിമാരിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠൻ, കിങ് ഓഫ് ഓൾ സേജസ്. ആചാര്യന്മാരിൽ വെച്ച് നോക്കിയാലും മുനിമാരിൽ വെച്ച് നോക്കിയാലും, അതായത് 9 ഗ്രഹങ്ങളുണ്ട്. ആ ഗ്രഹങ്ങളിൽ സൂര്യദേവന്റെ സ്ഥാനം, സൂര്യദേവനാണ് കിങ് എന്ന് പറയുന്നത്, രാജാവ്. പ്രഥമ സ്ഥാനം സൂര്യദേവനാണ്. അതുപോലെ തന്നെയാണ് ആചാര്യന്മാരിലും മുനിമാരിലും പ്രഥമ സ്ഥാനം ആർക്കാണ്? ഗർഗാചാര്യർക്കാണ്. അതുപോലെ സൂര്യദേവൻ സ്വന്തം ഇച്ഛയ്ക്ക് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ സ്വന്തം ലാഭത്തിന് വേണ്ടിയിട്ടാണോ പ്രവർത്തിക്കുന്നത്? അല്ല. എന്തിന്? നമ്മളുടെ ഹിതത്തിന് വേണ്ടിയിട്ട് നമുക്ക് അദ്ദേഹം ഊർജം പ്രദാനം ചെയ്യുകയാണ്. അതുപോലെ വസുദേവ് മഹാരാജാവിന്റെയും നന്ദ മഹാരാജാവിന്റെയും എല്ലാ വൃന്ദാവനവാസികളുടെയും ഹിതത്തിന് വേണ്ടി പ്രവർത്തിക്കാനായിട്ടാണ് നമ്മുടെ ഗർഗാചാര്യര് വൃന്ദാവനത്തിലേക്ക് എത്തിയിരിക്കുന്നത്. അതുപോലെ ഭഗവത്ഗീതയിൽ ഭഗവാൻ പറയുന്നുണ്ട്, രാസോഹം അബ്സു കൗന്ദേയ പ്രഭാസ്മി ശശി സൂര്യോ പ്രണവ സർവവേദേഷു ശബ്ദ ഖേ പൗരുഷം നൃഷു. അതായത്, ഹേ കുന്തി പുത്ര, ജലത്തിലെ രസവും സൂര്യചന്ദ്രന്മാരിലെ പ്രകാശവും വേദമന്ത്രങ്ങളിലെ പ്രണവും ആകാശത്തിലെ ശബ്ദവും പുരുഷന്റെ പൗരുഷവും ഞാനാകുന്നു. അതായത് ജലത്തിലെ രസവും സൂര്യചന്ദ്രനിലെ പ്രകാശവും. ഈ സൂര്യചന്ദ്രനിലെ പ്രകാശം ആരാകുന്നു എന്ന് പറയുന്നു? ഭഗവാനാകുന്നു പറയുന്നു. ഇവിടെ ആചാര്യന്മാര് പറയുന്നത് എന്താണ്? സൂര്യന്റെ ആ പ്രകാശമാണ്, ആ താപമാണ് ഗർഗാചാര്യർ എന്ന് പറയുന്നു. പക്ഷെ അത് പ്രദാനം ചെയ്യുന്നത് ആരാണ്? ഭഗവാൻ തന്നെയാണ്. ഇനി മറ്റൊരു തരത്തിലും ഈ സൂര്യദേവനോട് ഉപമിക്കുന്ന കാര്യം വീണ്ടും ആചാര്യന്മാർ വർണ്ണിക്കുകയാണ്. അതായത് ഇരുട്ട് കഴിഞ്ഞിട്ടാണ്, അതായത് രാത്രി കഴിഞ്ഞിട്ടാണ് നമുക്ക് പകൽ വരുന്നത്, അതായത് സൂര്യൻ ഉദിക്കുന്നത്. അപ്പൊ അതുവരെ ഇരുട്ടാണ്. അപ്പൊ നന്ദമഹാരാജാവിന്റെയും വസുദേവ് മഹാരാജാവിന്റെയും അവരുടെ രണ്ടുപേരുടെയും മാനസികാവസ്ഥ എന്ന് പറയുന്നത് ഇപ്പോ ഇരുട്ടിലാണുള്ളത്, അല്ലെ?
വസുദേവ് മഹാരാജ്, നമ്മൾ കഥയുടെ പശ്ചാത്തലം കണ്ടപ്പോൾ നമ്മൾ കണ്ടു അദ്ദേഹത്തിന്റെ വ്യാകുലതകളും പ്രശ്നങ്ങളും ഒക്കെ. അതായത് തന്റെ കുട്ടി, ആദ്യത്തെ 6 മക്കള്, അവര് അതിക്രൂരമായിട്ട് കംസനാൽ കൊല്ലപ്പെട്ടു. അദ്ദേഹത്തിന് അതൊരു പേടി സ്വപ്നം പോലെയാണ് മനസ്സിലുള്ളത്. അത് കഴിഞ്ഞിട്ട് 8ാമതായിട്ട് ജനിച്ച കുട്ടിയെ എന്ത് ചെയ്തു? ഭഗവാൻ മറ്റ് വൃന്ദാവനത്തിലേക്ക് അദ്ദേഹം മാറ്റുകയാണ് ചെയ്തത്. പക്ഷെ ഇപ്പൊ ആ കുട്ടിയെ പറ്റിയിട്ട് യാതൊരു വിവരവുമില്ല. മാത്രമല്ല ഇപ്പൊ ഏകദേശം 100 ദിവസത്തോളം പ്രായം അടുക്കുന്നു ആ കുട്ടിക്ക്. അതുകൊണ്ട് തന്നെ ക്ഷത്രിയ നിയമപ്രകാരം ആ കുട്ടിക്ക് നാമം നൽകേണ്ട സമയമായിരിക്കുന്നു. അതായത് 3 മാസവും കുറച്ച് ദിവസവും കൂടി പിന്നിട്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ആ കുട്ടിക്ക് നാമകരണ ചടങ്ങ് നടത്തിയോ അല്ലെങ്കിൽ അവൻ സുരക്ഷിതനാണോ ഒന്നും തന്നെ ആർക്കറിയില്ല, വസുദേവ് മഹാരാജാവിന് അറിയില്ല. നന്ദ മഹാരാജാവിനും ചിന്തിതനാണ്. അതായത് തന്റെ കുട്ടിക്ക് സംരക്ഷണം നൽകിക്കൊണ്ട് ആരാണ് നാമം നൽകുക, ആരാണ് അവനെ അനുഗ്രഹിക്കുക, അവന്റെ ശരീരത്തിൽ സ്പർശിച്ചുകൊണ്ട് ആരാണ് അവനെ തിലകം ഇടിയിക്കുക, അതൊക്കെ ഒരു ചിന്തയിലാണ് നന്ദ മഹാരാജാവും യശോദ മാതാവും ഉള്ളത്. അങ്ങനെ ചിന്തിതരായിരിക്കുന്ന 2 കൂട്ടരുടെ ഇടയിലേക്കാണ് ഒരു സൂര്യനെ പോലെ ഉദിച്ച് ആര് വരുന്നത്? ഗർഗാചാര്യര് വരുന്നത്. അവരനുഭവിക്കുന്ന ആ ഇരുട്ടിൽ നിന്നും അവർക്ക് പ്രകാശം നൽകിക്കൊണ്ട് ഉദയസൂര്യനെ പോലെ ഇങ്ങനെ ഗർഗാചാര്യര് ഉദിച്ച് വരികയാണ്. അതുകൊണ്ടും ഗർഗാചാര്യര് സൂര്യദേവനെ പോലെയാണ്, പുരോഹിതനാണ് എന്ന് ആചാര്യന്മാര് പറയുന്നു. അതുപോലെ ഇനി അദ്ദേഹത്തെ സാമ്യപ്പെടുത്തുന്നത് എന്തെന്നാൽ ഒരു സാഗരമായിട്ടാണ് സാമ്യപ്പെടുത്തുന്നത്. നേരത്തെ നമ്മൾ വസുദേവ് മഹാരാജാവിനെ സാഗരവുമായിട്ട് സാമ്യപ്പെടുത്തുന്നത് നമ്മൾ കണ്ടു. ഇപ്പോ ഗർഗാചാര്യരെ സാഗരമായിട്ട് സാമ്യപ്പെടുത്തുന്നു. എന്തെന്നാൽ വസുദേവ് മഹാരാജാവ് ഗർഗാചാര്യരോട് പറഞ്ഞിട്ടുണ്ട്. അതായത് ഇങ്ങനെ കാരാഗ്രഹത്തിൽ ആദ്യം 4 കൈകളുള്ള ശംഖ്, ചക്ര, ഗദ, പത്മം 4 ഹാൻഡഡ് ഫോമിലാണ്, 4 കൈകളായിട്ടാണ് ഭഗവാൻ ആദ്യം പ്രത്യക്ഷപ്പെടുന്നത്. അത് കഴിഞ്ഞിട്ട് 2 കൈകളുള്ള ആ രൂപത്തിലേക്ക് ഭഗവാൻ മാറുകയായിരുന്നു. മാത്രമല്ല വൃന്ദാവനത്തിലുള്ള ആ കുട്ടി ആരാണ്? എന്റെ പുത്രനാണ് എന്ന് വസുദേവ് മഹാരാജാവ് ആരോട് പറഞ്ഞിട്ടുണ്ട്? ഗർഗാചാര്യരോട് പറഞ്ഞിട്ടുണ്ട്. നമുക്കറിയാം സാഗരത്തിന്റെ അടിത്തട്ടില്, അതായത് ഉൾക്കടലില് ഉള്ളിലേക്ക് പോകുമ്പോ അവിടെ അമൂല്യമായിട്ടുള്ള പവിഴപ്പുറ്റുകളും മുത്തുച്ചിപ്പികളും ഒക്കെ ഉണ്ട്. അതിന്റെ മൂല്യം വളരെ മൂല്യമുള്ള വസ്തുക്കളാണത്. അത് കടലിന്റെ ആഴങ്ങളിലാണ് കാണുക. അപ്പൊ അതുപോലെ ഈ രഹസ്യം തന്റെ മനസ്സില് ഉള്ളില് സൂക്ഷിച്ചിരിക്കുകയാണ് ആര്? ഗർഗാചാര്യര്. അതായത് ഈ രഹസ്യം എന്ന് പറയുന്നത് വളരെ അമൂല്യവും വളരെ പ്രാധാന്യമുള്ളതുമാണ്. വളരെ വില മതിക്കുന്നതാണ് ഈ ഒരു രഹസ്യം. അത് എന്തിനെ പോലെയാണ്? ഉൾക്കടലിലുള്ള പവിഴപ്പൂറ്റിനെയും മുത്തുച്ചിപ്പികളെയും പോലെയാണ്. അതുകൊണ്ടാണ് പറയുന്നത് ഗർഗാചാര്യര് സാഗരം പോലെയാണ് എന്ന് പറയുന്നത്. അതായത് ഇതൊക്കെ പോയിട്ട് നന്ദ മഹാരാജാവിനോട് പറയാൻ സാധിക്കുകയില്ല. കാരണം ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് ഈ കുട്ടി ആദ്യം ജനിച്ചപ്പോ 4 ഹാൻഡഡ് ഫോം ആയിരുന്നു, അതായത് 4 കൈകളായിരുന്നു, ശംഖ്, ചക്ര, ഗദ, പത്മം, സാക്ഷാൽ പരമദിവ്യോത്തമ പുരുഷനായ ഭഗവാനാണ്. പിന്നീട് ഭഗവാൻ 2 ഹാൻഡഡ് ഫോമിലേക്ക്, 2 കൈകളുള്ള ആ കുട്ടിയിലേക്ക് മാറുകയായിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ എന്താണ് നഷ്ടപ്പെടുന്നത്? വാത്സല്യരതിയാണ് നഷ്ടപ്പെടുന്നത്. ആ ഒരു പാരന്റൽ മൂഡ്, നന്ദ മഹാരാജാവിന് തന്റെ കുട്ടിയോടുള്ള ആ ഒരു പിതാവിന്റെ ആ ഒരു സ്നേഹം, അതാണ് അവിടെ നഷ്ടപ്പെടുക. കാരണം പിന്നീട് എന്താണ്? സേവന മനോഭാവമായിരിക്കും ഉണ്ടാവുക, വാത്സല്യരതി ആയിരിക്കുകയില്ല. അപ്പൊ അതിന് കോട്ടം തട്ടാതെ, അതിനൊരു നാശം സംഭവിക്കാതെ വേണം കാര്യങ്ങൾ ആരോട് അവതരിപ്പിക്കാൻ? നന്ദ മഹാരാജാവിനോട് അവതരിപ്പിക്കാൻ. യാതൊരുവിധ സംശയവും ആർക്ക് തോന്നാൻ പാടില്ല? നന്ദ മഹാരാജാവിന് തോന്നാൻ പാടില്ല. അപ്പൊ ഈ രഹസ്യങ്ങളൊക്കെ ഉള്ളിൽ ഒതുക്കി, മാത്രമല്ല സാഗരത്തിലെ തിരമാലകൾ ഉണ്ടല്ലോ, അതുപോലത്തെ ഒരു സിറ്റുവേഷൻ തന്നെയാണ് ഗർഗാചാര്യരുടെ മനസ്സിലുള്ള ആ തിരമാലകൾ. അതായത് അവതരിപ്പിക്കുന്നത് വളരെ സൂക്ഷിച്ചും വളരെ മിതമായിട്ടും വേണം അവതരിപ്പിക്കാൻ നന്ദ മഹാരാജാവിന്റെ മുന്നില്. അപ്പോ ഈ രഹസ്യങ്ങളൊക്കെ ഉള്ളിൽ ഒതുക്കിയ ഒരു സാഗരം, പവിഴപ്പുറ്റും മുത്തുച്ചിപ്പിയും ഒക്കെ അടങ്ങിയ പോലെയുള്ളൊരു സാഗരം പോലെയാണ് ഗർഗാചാര്യരെന്ന് ആചാര്യന്മാര് വർണ്ണിക്കുന്നു. മാത്രമല്ല അദ്ദേഹത്തെ മറ്റൊരു വാക്കിലൂടെ വർണ്ണിക്കുന്നു, ന ധീന എന്ന വാക്ക്. ധീന എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഫോൾ ഡൗൺ സംഭവിക്കുന്ന വ്യക്തി, അതായത് വീഴ്ച സംഭവിക്കുന്ന വ്യക്തി, അതാണ് ധീന.
ദീന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീഴ്ച സംഭവിക്കാത്ത വ്യക്തി. അതായത് ഗർഗാചാര്യർ എന്ന് പറയുന്നത് ഒരിക്കലും തന്റെ സ്പിരിച്വൽ ലൈഫില്, ആത്മീയ ജീവിതത്തില് വീഴ്ച സംഭവിക്കാത്ത വ്യക്തിയാണ്, ദീനനാണ് എന്ന് പറയുന്നതാണ് ഗർഗാചാര്യരുടെ ക്വാളിറ്റി, സവിശേഷത. ദീന എന്ന് ആചാര്യന്മാര് പറയുന്നു. അപ്പോ ഗർഗാചാര്യര് സൂര്യനാണ് എന്ന് ആചാര്യന്മാര് പറയുന്നു, അതുപോലെ സാഗരം പോലെയാണെന്ന് പറയുന്നു, അതുപോലെ ദീന വീഴ്ച സംഭവിക്കാത്ത തന്റെ സ്പിരിച്വൽ ലൈഫില്, ആത്മീയ ജീവിതത്തില് വീഴ്ച സംഭവിക്കാത്ത വ്യക്തിയാണ് എന്നും ആചാര്യന്മാര് പറയുന്നു. ഇനി ആചാര്യന്മാര് പറയുന്നു അഗസ്ത്യ മുനിയെ പോലെയാണ് ഗർഗാചാര്യൻ എന്ന് പറയുന്നു. കാരണം സാഗരം പോലെ തന്നെ സർവത്ര ശാസ്ത്രങ്ങളും പാനം ചെയ്ത വ്യക്തിയാണ് ഗർഗാചാര്യർ. കാരണം അദ്ദേഹത്തിന്റെ നൈപുണ്യം, ആ ഒരു അറിവ്, ജ്യോതിശാസ്ത്രം, അതുപോലെ വ്യാകരണശാസ്ത്രം, ന്യായശാസ്ത്രം, അതുപോലെ ബ്രാഹ്മണ തത്വം, ഇതെല്ലാം തന്നെ അദ്ദേഹം പാനം ചെയ്ത അത്രയും ശ്രേഷ്ഠനായ ഒരു പുരോഹിതനാണ് അദ്ദേഹം. അദ്ദേഹത്തിന്റെ ജ്ഞാനം, അദ്ദേഹത്തിന്റെ സിദ്ധി അത്രത്തോളം ഉണ്ട് എന്ന് ആചാര്യന്മാര് വർണ്ണിക്കുന്നു. ഇനി നമ്മൾ ചിന്തിക്കേണ്ട ഒന്നാണ്, അതായത് നമ്മൾ എല്ലാവരും ഗൃഹസ്ഥരാണ്. അപ്പോ നമ്മുടെ ഗൃഹസ്ഥ ലൈഫിൽ, ഗൃഹസ്ഥ ജീവിതത്തിൽ ഒരു പുരോഹിതന്റെ ആവശ്യകത എന്ത്? ഒരു പുരോഹിതൻ അല്ലെങ്കിൽ ഒരു ഗുരുവിന്റെ ആവശ്യകത എന്ത്? അതിന്റെ ആവശ്യമുണ്ടോ എന്ന് നമ്മൾ സ്വയം ചിന്തിക്കേണ്ട ഒന്നാണ്. അല്ലെങ്കിൽ ആ പുരോഹിതന് നമ്മുടെ ജീവിതത്തിൽ എന്താണ് ചെയ്യാൻ സാധിക്കുക എന്ന്. കാരണം നമ്മളുടെ ജീവിതത്തിൽ ഏറ്റവും നല്ല സമയം ഏതാണ് അല്ലെങ്കിൽ ചീത്ത സമയം ഏതാണ് ഒന്നും നമുക്ക് അറിയില്ല. അതുപോലെ തന്നെ എന്ത് എപ്പോൾ പ്രവർത്തിക്കണം, നല്ല കാര്യം എപ്പോഴാണ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ചെയ്യാൻ പാടില്ലാത്തത് എന്താണ്, ചെയ്യേണ്ടത് എന്താണ്, ഇതൊന്നും നമുക്ക് അറിയില്ല. അതുപോലെ ഒരു സംസ്കാര കർമ്മം നടത്തുന്ന സമയത്ത് അത് മുന്നിൽ നിന്ന് നയിക്കാൻ നമുക്ക് ആരാവശ്യമാണ്? ഒരു പുരോഹിതൻ അല്ലെങ്കിൽ ഒരു ഗുരു നമുക്ക് ആവശ്യമാണ്. നമ്മളുടെ ഫോൾ ഡൗൺ ആയിട്ടുള്ള, നമ്മളെ പോലെയുള്ള ബദ്ധജീവാത്മാക്കളെ അതിൽ നിന്നും ഉയർത്താൻ ആർക്കാണ് സാധിക്കുക? ഗുരുവിനോ അല്ലെങ്കിൽ ഒരു പുരോഹിതനോ ആണ് സാധിക്കുക. അപ്പൊ ഒരു പുരോഹിതന്റെ പ്രാധാന്യം അത്രത്തോളം ഗൃഹസ്ഥരായിട്ടുള്ള നമ്മുടെ ജീവിതത്തിൽ ഉണ്ട്. ഇനി ഒരു പുരോഹിതൻ എന്ന് പറയുമ്പോഴത്തേക്കും ഇന്ദ്രിയങ്ങളെ നിയന്ത്രിച്ച വ്യക്തി ആയിരിക്കണം എന്ന്, അതാണ് ആ വ്യക്തിയുടെ ക്വാളിഫിക്കേഷൻ എന്ന് ഭഗവാൻ തന്നെ ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട്. അതായത് 2-ാമത്തെ അധ്യായത്തില് 70-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നു, ആപൂര്യമാണം അചലപ്രതിഷ്ഠം സമുദ്രം ആപാ പ്രവിശന്തി യദ്വത് തദ്വത് കാമയം പ്രവിശന്തി സർവേ സശാന്തിമപ്നോതി ന കാമകാമി. ആപൂര്യമാണം അചലപ്രതിഷ്ഠം സമുദ്രം ആപാ പ്രവിശന്തി യദ്വത് തദ്വത് കാമയം പ്രവിശന്തി സർവേ സശാന്തിമപ്നോതി ന കാമകാമി. അതായത് എപ്പോഴും നിറയ്ക്കപ്പെട്ടുകൊണ്ടിരിക്കലും ഉൾക്ഷോഭമില്ലാത്ത സമുദ്രത്തിലേക്ക് നദികൾ എന്ന പോലെ നിരന്തരം തന്നിലേക്ക് ഒഴുകിയെത്തുന്ന ആഗ്രഹങ്ങളാൽ പ്രക്ഷുബ്ധനാകാത്ത മനുഷ്യന് മാത്രമാണ് ശാന്തി ലഭിക്കുന്നത്. മറിച്ച് ആ ആഗ്രഹങ്ങളെ നിറവേറ്റാൻ യത്നിക്കുന്നവനല്ല. അതായത് ആഗ്രഹങ്ങളെ നിറവേറ്റാൻ യത്നിക്കുന്ന വ്യക്തികൾക്ക് ഒരിക്കലും ശാന്തി ലഭിക്കുകയില്ല. മറിച്ച് ആർക്കാണ് അതിനെ പ്രക്ഷുബ്ധനാകാതെ ആഗ്രഹങ്ങളിൽ പ്രക്ഷുബ്ധനാകാത്ത മനുഷ്യന്, അതായത് അതിൽ അമിതമായി ആസക്തി പുലർത്താത്ത വ്യക്തിക്കാണ് ശാന്തി അനുഭവിക്കാൻ സാധിക്കുന്നത്. അത് ഒരു ക്വാളിറ്റിയാണ്. അതായത് ഒരു പുരോഹിതൻ അല്ലെങ്കിൽ ഒരു ഗുരു എങ്ങനെ ആയിരിക്കണം, അല്ലെങ്കിൽ ഒരു വ്യക്തി എങ്ങനെ ആയിരിക്കണം എന്ന് ഭഗവാൻ തന്നെ പറയുന്നതാണ്. ഇതിൽ പറയുന്നുണ്ട്, അതായത് കാമാസക്തി, അതായത് ഭൗതികമായിട്ടുള്ള സുഖങ്ങളോടുള്ള അമിതമായിട്ടുള്ള ആഗ്രഹം, അങ്ങനെ പുലർത്തുന്ന വ്യക്തിക്ക് ഒരിക്കലും ശാന്തി ലഭിക്കുകയുമില്ല. അതുമല്ല, അദ്ദേഹത്തിന് ഒരു തികഞ്ഞ ആചാര്യനോ അല്ലെങ്കിൽ ഒരു പുരോഹിതനാകാനുള്ള യാതൊരു യോഗ്യതയുമില്ല. അത് ഒരു യോഗ്യതയായിട്ട് കണക്കാക്കുന്നതാണ്. ഇനി ആചാര്യന്മാര് പറയുന്നു, സമുദ്രമായിട്ട് ഗർഗാചാര്യരെ ഉപമിക്കാൻ മറ്റൊരു കാരണം കൂടിയുണ്ട് എന്ന് പറയുന്നു. അത്
ഈ ഒരു വേഴ്സുമായിട്ട്, ഭഗവത്ഗീതയിലെ ഈ ഒരു ശ്ലോകവുമായിട്ട് കണക്റ്റഡ് ആണ്. എങ്ങനെയാണ് അത് ആചാര്യന്മാരിലേക്ക് വരുമ്പോഴത്തേക്കും പ്രാവർത്തികമാകുന്നത് എന്നതാണ് നമ്മൾ ഇനി കാണുന്നത്. അതായത് നമ്മള് ഗർഗാചാര്യരെ ഒരു നദിയോ അല്ലെങ്കിൽ ഒരു തടാകവോ ആയിട്ടല്ല സാമ്യപ്പെടുത്തിയത്, എന്തായിട്ടാണ്? സാഗരമായിട്ടാണ് സാമ്യപ്പെടുത്തിയത്. നമ്മൾക്കറിയാം, ഇപ്പൊ ചൂട് സമയമാണ്. അപ്പൊ ആ സമയത്ത് വെള്ളം വറ്റുന്ന അല്ലെ, കിണറ്റിലൊക്കെ വെള്ളം വറ്റാം, അതുപോലെ നദിയിലെ തടാകങ്ങളിലൊക്കെ വെള്ളം വറ്റാം. അപ്പോ ആചാര്യന്മാര് അതിനെ രസകരമായിട്ടാണ് വർണ്ണിക്കുന്നത്. അതായത് നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും സുഖമോ എന്തെങ്കിലും ദുഃഖങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രതീക്ഷിക്കാത്ത തരത്തിൽ എന്തെങ്കിലും ഒരു വീഴ്ചയൊക്കെ സംഭവിക്കുകയാണ് എങ്കിൽ നമ്മള് ഈ തടാകത്തിലൊക്കെ ഈ ചൂട് സമയത്ത് അല്ലെങ്കിൽ നദികളിലൊക്കെ വെള്ളം വറ്റിപ്പോത്തില്ലേ? അതായത് അതിന് ഒരു ക്വാണ്ടിറ്റി ഉണ്ട്, പക്ഷെ അതിൽ നിന്നും അതിന്റെ വെള്ളം വറ്റിപ്പോകുന്ന ആ അവസ്ഥ പോലെയാണ് നമ്മളുടെ അവസ്ഥ എന്ന് പറയുന്നത്. അതായത് നമ്മള് ദുഃഖം ഉണ്ടാവുന്ന സമയത്ത് പറ്റിയും നിർത്തി, എല്ലാം നിർത്തി, എനിക്ക് മതിയായി, ഞാൻ ഈ 16 റൗണ്ട് ജപിച്ചിട്ട് കാര്യമില്ല, ബുക്ക് റീഡിംഗ് ഇല്ല, ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്തിട്ട് കാര്യമില്ല, സത്സംഗിൽ പോയിട്ട് കാര്യമില്ല, അല്ലെങ്കിൽ പ്രസാദം നിവേദിച്ച് കഴിച്ചിട്ട് ഒന്നും കാര്യമില്ല, എന്താണ് എന്റെ ജീവിതത്തിൽ ദുഃഖം മാത്രമാണ് സംഭവിക്കുന്നതെന്ന് ചിന്തിച്ചിട്ട് നമ്മള് നദിയെ പോലെ വറ്റിപ്പോകും. നമ്മള് പുറകിലോട്ട് പോകും. നമ്മുടെ ഭക്തിയില്, നമ്മുടെ സ്പിരിച്വൽ ലൈഫിൽ നിന്നും, ഭക്തിയുടെ സേവനത്തിൽ നിന്നും അല്ലെങ്കിൽ ആധ്യാത്മിക ജീവിതത്തിൽ നിന്നും നമ്മൾ പുറകിലോട്ട് പോകും. ഇനി അഥവാ അപ്രതീക്ഷിതമായിട്ട് സന്തോഷങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത് എങ്കിൽ, നമ്മൾ ആഗ്രഹിക്കുന്നതിനപ്പുറം എന്തെങ്കിലും നേട്ടമോ അല്ലെങ്കിൽ സമ്പത്തിൽ തന്നെ എന്തെങ്കിലും ഒക്കെ ഉയർച്ച വരുവാണെങ്കിൽ, നമ്മൾ നദിയുടെ ഏത് ഗുണമായിരിക്കും കാണിക്കുന്നത്? അതായത് മഴ പെയ്യുന്ന സമയത്ത് നദി കര കവിഞ്ഞൊഴുകത്തില്ലേ? കര കവിഞ്ഞൊഴുകി പോകുന്ന ഒരവസ്ഥയുണ്ടല്ലോ, അതേപോലെ ഓവർ ജോയ് ആണ്. അതായത് ഒരുപാട് അങ്ങ് അതില് ആസക്തി കൊണ്ടിട്ട് അതിനകത്ത് മതി മറന്നങ്ങ് സന്തോഷിക്കും. ഇത് ദുഃഖം വന്നു കഴിഞ്ഞാൽ നമ്മൾ വറ്റിപ്പോകുന്ന നദിയോ തടാകവും പോലെയാണ്. സുഖം വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മള് ഈ മഴ പെയ്തിട്ട് കര കവിഞ്ഞൊഴുകുന്ന നദിയോ തടാകവും പോലെയായിട്ടാണ്. പക്ഷേ ഗർഗാചാര്യര് അങ്ങനെയല്ല. ഗർഗാചാര്യർ എങ്ങനെയാണ്? സാഗരം പോലെയാണ്. അത് ചൂട് സമയത്ത് വറ്റുകയുമില്ല, മാത്രമല്ല മഴ സമയത്ത് അങ്ങനെ കരകവിഞ്ഞ് ഒഴുകുകയുമില്ല. അപ്പൊ ഗർഗാചാര്യർക്ക് എന്തുണ്ട്? അതിൽ സ്വയം നിയന്ത്രണമുണ്ട്. അതില് ദുഃഖം വന്നു കഴിഞ്ഞാലും സുഖം വന്നു കഴിഞ്ഞാലും അതില് യാതൊരു ആസക്തിയും അദ്ദേഹം പുലർത്തുകയില്ല. അമിതമായിട്ട് അതില് ആസ്വദിക്കുകയുമില്ല, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ചിന്തിച്ച് വ്യാകുലനായിട്ട് തന്റെ ഭക്തിയുടെ സേവനത്തിൽ നിന്നോ അല്ലെങ്കിൽ സ്പിരിച്വൽ ലൈഫിൽ നിന്നോ ആത്മീയ ജീവിതത്തിൽ നിന്നോ അദ്ദേഹം പുറകിലേക്ക് പോകത്തില്ല. അത്രയും ഒരു പുരോഹിതനാണ് അദ്ദേഹം. അതുകൊണ്ടും അദ്ദേഹത്തെ ആരായിട്ട് സാമ്യപ്പെടുത്തുന്നു? സാഗരമായിട്ട് സാമ്യപ്പെടുത്തുന്നു. ആ ഒരു ക്വാളിറ്റി അദ്ദേഹത്തിൽ ഉണ്ട്. ഇനി നമ്മള് സുമഹാതപയില് പറഞ്ഞ കാര്യമാണ് എന്ത്? ഇന്ദ്രിയങ്ങളെ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കുന്നതിനെ കുറിച്ച് നമ്മൾ കണ്ടു അല്ലെ? എങ്ങനെ ആയിരിക്കണം? സാഗരം പോലെ ആയിരിക്കണം. വരണ്ടു പോകാനും പാടില്ല, അതിൽ കര കഴിഞ്ഞ് ഒഴുകാനും പാടില്ല. ഇനി അതിനെ നമ്മള് മഹായില് പറഞ്ഞ കാര്യമാണ് എന്ത്? തപസ്വി നമ്മൾ കണ്ടു. മഹായില് പറഞ്ഞ കാര്യമാണ് ഇന്ദ്രിയങ്ങളെ ഭഗവാന്റെ ഭക്തിയുടെ സേവനത്തിനായിട്ട് ഉപയോഗിക്കണമെന്ന്. അതിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. അതിന് ഭാഗവതം നമുക്ക് തരുന്നതാണ് അംബരീഷ് മഹാരാജാവിന്റെ ഉദാഹരണം. എങ്ങനെയാണ് ഇന്ദ്രിയങ്ങളെ ഭഗവാന്റെ ഭക്തിയുടെ സേവനത്തിനായിട്ട് ഉപയോഗിക്കുന്നത്? ഭാഗവതം 9-ാമത്തെ സ്കന്ധം 4-ാമത്തെ അധ്യായം 18-ാമത്തെ ശ്ലോകം. സവേ മന കൃഷ്ണ പദാരവിന്ദയോ വാചാംസി വൈകുണ്ഠ ഗുണാനുവർണ്ണനേ കരൗ ഹരേർമന്ദിരമർജാനദാതിഷു ശ്രുതം ചകാര്യുത സത്കത്യോധയേ. സവേ മന കൃഷ്ണ പദാരവിന്ദയോ വാചാംസി വൈകുണ്ഠ ഗുണാനുവർണ്ണനേ കരൗ ഹരേർമന്ദിരമരാർച്ചനാദിഷു ശ്രുതിം ചകരാർച്ചുത സത്കഥോതയേ. അതായത് അംബരീഷ മഹാരാജാവ് തന്റെ മൈൻഡ് എപ്പോഴും എന്തിനാണ് ഉപയോഗിച്ചത്? അദ്ദേഹം ഭഗവാന്റെ പാതാരവിന്ദങ്ങളെ മെഡിറ്റേറ്റ് ചെയ്യാനായിട്ടാണ് അദ്ദേഹത്തിന്റെ മനസ്സിനെ, അദ്ദേഹത്തിന്റെ ചിന്തകളെ അദ്ദേഹം ഉപയോഗിച്ചത്.
അതുപോലെ അദ്ദേഹത്തിന്റെ വാക്കുകളെ അദ്ദേഹം എന്ത് സേവനത്തിനാണ് ഉപയോഗിച്ചത്? ഭഗവാനെ കുറിച്ച് പ്രകീർത്തിക്കാൻ വേണ്ടിയിട്ടാണ് വിനിയോഗിച്ചത്. അതുപോലെ അദ്ദേഹത്തിന്റെ കൈകളെ എന്ത് സേവനത്തിനായിട്ടാണ് ഉപയോഗിച്ചത്? ഭഗവാന്റെ ക്ഷേത്രങ്ങൾ വൃത്തിയാക്കാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിച്ചത്. അതുപോലെ തന്റെ കാതുകളെ ഭഗവാൻ പറഞ്ഞ വാക്കുകൾ ശ്രവിക്കാനും, അതുപോലെ ഭഗവാനെ കുറിച്ച് മറ്റുള്ളവർ പറയുന്ന വാചകങ്ങൾ ശ്രവിക്കാനുമാണ് അദ്ദേഹം വിനിയോഗിച്ചത്. 9-ാമത്തെ സ്കന്ധം 4-ാമത്തെ അധ്യായം 20-ാമത്തെ ശ്ലോകം. പാദൗ ഹരേ കൃഷ്ണ പദാനുസ്പർശനേ ശിരോ ഹൃഷികേശ പാദാഭിവന്തനേ കാമം ച ദാസ്യേന തു കാമകാമ്യയാ യഥോത്തമ ശ്ലോക ജനാശ്രയാരഥി. പാദൗ ഹരേ ക്ഷേത്ര പദാനുസ്പർശനേ ശിരോ ഹൃഷികേശ പാദാഭിവന്തനേ കാമം ച ദാസ്യേന തു കാമകാമ്യയാ യഥോത്തമ ശ്ലോക ജനാശ്രയാരഥി. അദ്ദേഹത്തിന്റെ കാലുകളെ അദ്ദേഹം എന്ത് പറ്റിയ സേവനത്തിനാണ് വിനിയോഗിച്ചത്? ഭഗവാന്റെ പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കുവാനും, ഭഗവാന്റെ ക്ഷേത്രങ്ങൾ സന്ദർശിക്കുവാനുമാണ് ഉപയോഗിച്ചത്. അതുപോലെ തന്റെ ശിരസിനെ എന്തിനാണ് വിനിയോഗിച്ചത്? ഭഗവാന്റെ മുന്നിൽ നമസ്കരിക്കാൻ വേണ്ടിയിട്ട്. 24 മണിക്കൂറും എന്തിനായിരുന്നു? ഭഗവാന്റെ പത്യുത സേവനത്തിൽ തന്നെയാണ് അദ്ദേഹം മുഴുകിയിരുന്നത്. അതുപോലെ ആ തന്റെ ഇന്ദ്രിയങ്ങളെ, ആ ഒരു ആഗ്രഹങ്ങളെ എല്ലാം എന്തിന്? ഭഗവാന്റെ പത്യുത സേവനത്തിനായിട്ട് അദ്ദേഹം വിനിയോഗിച്ചു. ഡിവോഷണൽ സർവീസിൽ അദ്ദേഹം എൻഗേജ് ചെയ്തു. അദ്ദേഹം നിരന്തരം ആ ഒരു സർവീസിലേക്ക് ഇറങ്ങിച്ചെന്നു. മാത്രമല്ല, അങ്ങനെ അദ്ദേഹത്തിന് എന്താണ് സംഭവിച്ചത്? ആ ഭൗതികപരമായിട്ടുള്ള ആസക്തിയിൽ നിന്നും, ആഗ്രഹങ്ങളിൽ നിന്നും ഒക്കെ ഒരു വിടുതൽ, അതിൽ നിന്നും ഒക്കെ ഒന്ന് പിന്മാറാൻ, ആ ആഗ്രഹങ്ങളൊക്കെ തന്റെ മനസ്സിൽ നിന്നും ഒഴിഞ്ഞു പോകാൻ അതിനുള്ള സാഹചര്യം അദ്ദേഹത്തിന് ഉണ്ടായി. ഇങ്ങനെയൊക്കെയാണ് അദ്ദേഹത്തിന്റെ ഇന്ദ്രിയങ്ങളെയും, അതുപോലെ അദ്ദേഹത്തിന്റെ ബോഡി പാർട്സ്, ശരീരത്തിലെ അവയവങ്ങളെയും അദ്ദേഹം പത്യുത സേവനത്തിനായി ഉപയോഗിച്ചത്. മാത്രമല്ല, ഇനിയും പറയുന്നു, അദ്ദേഹത്തിന്റെ കണ്ണുകളെ മുകുന്ദലിംഗാലയ ദർശനാദൃശൗ തത്പ്രത്യഗത്രാസ്പർശങ്കസംഗമം ഗൃഹണം ച തത്പാദസരോജസൗരഭേ ശ്രീമത്തുളസ്യ രസനാം തഥാർപ്പിതേ. മുകുന്ദലിംഗാലയ ദർശനേ ദൃശോ തത്പ്രത്യഗത്രാസ്പർശങ്കസംഗമം ഗൃഹണം ച തത്പാദസരോജസൗരഭേ ശ്രീമത്തുളസ്യ രസനാം തഥാർപ്പിതേ. അദ്ദേഹത്തിന്റെ കണ്ണുകളെ അദ്ദേഹം വിനിയോഗിച്ചത് എന്തിനാണ്? ഭഗവാന്റെ വിഗ്രഹം ദർശിക്കുവാനും, അതുപോലെ ഭഗവാന്റെ ക്ഷേത്രങ്ങൾ ദർശിക്കുവാനും, അതുപോലെ ഭഗവാനുമായി ബന്ധപ്പെട്ട മധുര, വൃന്ദാവനം പോലെയുള്ള സ്ഥലങ്ങൾ, പുണ്യസ്ഥലങ്ങൾ ദർശിക്കുവാനുമായിട്ടാണ് ആര് വിനിയോഗിച്ചത്? അംബരീഷ മഹാരാജാവ് വിനിയോഗിച്ചത്. മാത്രമല്ല, അദ്ദേഹത്തിന്റെ സെൻസ് ഓഫ് ടച്ച്, അതായത് സ്പർശിക്കുവാനുള്ള ആ ഒരു ശേഷി, അത് അദ്ദേഹം ഭഗവാന്റെ ഭക്തരെ തൊടുവാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം വിനിയോഗിച്ചത്. മാത്രമല്ല, അദ്ദേഹത്തിന്റെ നാസിക കൊണ്ടിട്ട് അദ്ദേഹം ഭഗവാന് അർപ്പിച്ച ആ തുളസി ലീഫ്, തുളസി ഇല, അതിന്റെ സൗരഭ്യം അദ്ദേഹം ആസ്വദിച്ചു. മാത്രമല്ല, അദ്ദേഹത്തിന്റെ നാക്കുകളെ അതിനെ ഭഗവാന്റെ പ്രസാദം രുചിക്കുവാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം വിനിയോഗിച്ചത്. അപ്പോ എങ്ങനെയാണ് ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കേണ്ടത് എന്ന് നമ്മൾ കണ്ടു, അല്ലേ? നമ്മൾക്ക് ദുഃഖം വരുമ്പോ നദിയെ പോലെ വരണ്ട് പോകാൻ പാടില്ല. അതുപോലെ സന്തോഷം വരുമ്പോ അതിൽ ആഹ്ലാദിച്ച് കരകവിഞ്ഞ് ഒഴുകാനും പാടില്ല. എങ്ങനെയായിരിക്കണം? സാഗരം പോലെ ആയിരിക്കണം. അത് മാത്രമാണോ? ഇനി ആ ഇന്ദ്രിയങ്ങളെ എന്തിനുപയോഗിക്കണം? അത് ഭഗവാന്റെ ഭക്തിയുത സേവനത്തിനായി ഉപയോഗിക്കണം. അതെങ്ങനെയെന്ന് ശ്രീമദ് ഭാഗവതം നമുക്ക് കാട്ടിത്തരുന്നു. ആരിലൂടെ? അംബരീഷ മഹാരാജാവിലൂടെ. ഇനി നമ്മുടെ നന്ദ മഹാരാജാവ്, കാരണം മഹാരാജാവിന്റെ മനസ്സില് വ്യാകുലതയാണ് തന്റെ കുട്ടിയെ പറ്റി ചിന്തിച്ചിട്ട്.
ഇതൊക്കെ നമ്മള് ഈ ഒരു ശ്ലോകത്തില്, അതായത് ഈ 8ാമത്തെ അധ്യായത്തിലെ ആദ്യത്തെ ശ്ലോകത്തിലെ ഇൻട്രൊഡക്ഷൻ പോലെ നമ്മൾ കാണുവാണ്. ഇതൊക്കെ വിശദമായിട്ട് ഈ അധ്യായത്തിൽ വരുന്ന ശ്ലോകങ്ങളിൽ വിശദമായിട്ട് ഇതിനെപ്പറ്റി പറയുന്നുണ്ട്. ഇതൊരു ഇൻട്രൊഡക്ഷൻ പോലെ നമ്മൾ പറയാണ്. നന്ദമഹാരാജാവിന് അതിയായ ആഗ്രഹമുണ്ട് തന്റെ കുട്ടിയുടെ ഭാവിയെ കുറിച്ച് അറിയാൻ വേണ്ടിയിട്ട്. അതായത് തന്റെ കുട്ടി എന്താകും, എങ്ങനെയാണ് അവൻ വൃന്ദാവനത്തിലെ രാജാവാകുമോ, അതുപോലെ വൃന്ദാവനത്തിലെ പ്രജാവാസികൾക്ക് വേണ്ടി ക്ഷേമം, അതായത് അവരുടെ ക്ഷേമത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന വ്യക്തിയായിരിക്കോ, അതുപോലെ ഈ ഗോക്കളെയൊക്കെ സംരക്ഷിക്കുമോ, അതായത് ഞാൻ എങ്ങനെയാണോ അതുപോലെയൊക്കെ തന്നെ ആകുമോ എന്റെ പുത്രൻ എന്ന് അറിയാൻ ആർക്ക് ആഗ്രഹമുണ്ട്? നന്ദമഹാരാജാവിന് ആഗ്രഹമുണ്ട്. അപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കേട്ടിരുന്നു, ഗർഗാചാര്യർ ആരാണ്? ജ്യോതിഷത്തിന്റെ പിതാവാണ്, ഫാദർ ഓഫ് ആസ്ട്രോളജി എന്നാണ് പറയുന്നത്. അദ്ദേഹത്തിന് ജ്യോതിഷം നോക്കുവാനും ആ ഒരു ചാർട്ട് അത് നോക്കിയിട്ട് ജാതകം പറയുവാനും അദ്ദേഹത്തിന് സാധിക്കും. പക്ഷേ ഇവിടെ രസകരമായ എന്തെന്നാൽ ഗർഗാചാര്യർ ആരുടെ ജാതകമാണ് പറയേണ്ടത്? ഭഗവാന്റെ ജാതകം ആണ് പറയേണ്ടത്. അല്ലെ, നമ്മളുടെ വിരലിലെ ഉള്ള കൈയിലെ വരകൾ ഒക്കെ, രേഖകളൊക്കെ, ഇതൊക്കെ നമ്മുടെ കയ്യിൽ വരാനും നമ്മുടെ ജാതകം ഒക്കെ ഇതാവാനും ഒക്കെ കാരണക്കാരനാരാണ്? ഭഗവാനാണ്. ആ ഭഗവാന്റെ ജാതകം നോക്കിത്തരണമെന്നാണ് ആര് പറയുന്നത്? ഗർഗാചാര്യര് പറയുന്നത്. അപ്പോ ഭഗവത്ഗീതയിൽ പക്ഷേ ഭഗവാൻ പറയുന്നു, വേതാഹം സമതിതാനി വർത്താമനാനി ചർജുന വർത്താമനാനി അർജുന ഭവിഷ്യാണി ച ഭൂതാനി മാം തു വേതാന കശ്ചനേ. അതായത്, ഹേ അർജുന, പരമപുരുഷനായ എനിക്ക് പണ്ടുണ്ടായതും ഇന്ന് സംഭവിക്കുന്നതും മേലിൽ വരാൻ പോകുന്നതുമായ എല്ലാം അറിയാം. എല്ലാ ജീവാത്മാക്കളും എനിക്ക് സുപരിചിതരാണ്. പക്ഷേ എന്നെ ആർക്കും അറിയാൻ വയ്യ. അതായത് ഗർഗാചാര്യര് ഇവിടെ ഭഗവാൻ പറയുന്നത്, ഭഗവാന് കഴിഞ്ഞ കാലത്തിലുള്ളതും ഈ യുഗത്തിലുള്ളതും ഇനി സംഭവിക്കാൻ പോകുന്നതും ആർക്കറിയാമെന്നതാണ്? ഭഗവാൻ അറിയാമെന്നതാണ്. അതുപോലെ ഓരോ ജീവാത്മാക്കളെ കുറിച്ചും ആർക്കറിയാം? ഭഗവാൻ അറിയാം. ആ ഭഗവാനെ കുറിച്ചിട്ടാണ് ആര് പറഞ്ഞു കൊടുക്കേണ്ടത്? ഗർഗാചാര്യന് പറഞ്ഞു കൊടുക്കേണ്ടത്. അതായത് പാസ്റ്റും പ്രസന്റും ഫ്യൂച്ചറും, ഭൂതം, വർത്തമാനം, ഭാവി, ഇതെല്ലാം അറിയാവുന്ന ഭഗവാനെ കുറിച്ചിട്ട് ആ ഭഗവാന്റെ വർത്തമാനവും അതുപോലെ ഭാവിയും ആര് പറഞ്ഞു കൊടുക്കണമെന്ന് പറയുന്നു? നന്ദമഹാരാജാവ് ഗർഗാചാര്യരോട് പറയുന്നു. പക്ഷേ അവിടുത്തെ പരമദിവ്യോത്തമ പുരുഷനാണ് ഭഗവാൻ. അദ്ദേഹത്തിനെ ആർക്കും അത്ര ആഴത്തിൽ മനസ്സിലാക്കാനോ ഗ്രഹിക്കുവാനോ ആർക്കും സാധിക്കുകയില്ല. ഇത് ഗർഗാചാര്യർക്കറിയാം. അല്ലെ, ഭഗവാനെ അത്ര ഗ്രഹിച്ച് അദ്ദേഹത്തിന്റെ ജാതകം നോക്കി പ്രവചിക്കാൻ ഗർഗാചാര്യർക്ക് സാധിക്കോ? ഇല്ല. പക്ഷേ ഇവിടെ യാതൊരു സംശയവും നന്ദമഹാരാജാവിന് ഇല്ലാതെ അതൊക്കെ വളരെ തന്മയത്വത്തോടുകൂടി ഗർഗാചാര്യര് അവതരിപ്പിക്കണം. ഇല്ലെങ്കിൽ അത് ആരെ എഫക്ട് ചെയ്യും? നന്ദമഹാരാജാവിനെ എഫക്ട് ചെയ്യും. നന്ദമഹാരാജാവിന്റെ വാത്സല്യരതിയെ അത് എഫക്ട് ചെയ്യും. അതുകൊണ്ട് അതിനെ വളരെ സസൂക്ഷ്മം, വളരെ ലാളിത്യത്തോടെ ആണ് ആ ഒരു കാര്യം, ആ ചാർട്ട് നോക്കിയിട്ട് ഗർഗാചാര്യര് അത് അവതരിപ്പിക്കുന്നത്. ഇനി നമ്മള് ഈ ഒരൊറ്റ ശ്ലോകത്തിൽ നിന്നും ഗർഗാചാര്യരുടെ വിശേഷണമാണ് നമ്മൾ ഇത്രയും നേരം കണ്ടത്. അതായത് നമ്മൾ നാം പുരോഹിത എന്ന വാക്കിന്റെ അർത്ഥം നമ്മൾ കണ്ടു. സുമഹാതപ, അതിനെ തന്നെ പല രീതിയിൽ വർണ്ണിക്കുന്നത് നമ്മൾ കണ്ടു ആചാര്യന്മാര്. അതുപോലെ വസുദേവ മഹാരാജാവിന്റെ പ്രേരണയിലാണ് നന്ദമഹാരാജാവിന്റെ അടുത്തേക്ക് വൃന്ദാവനത്തിലേക്ക് ഗർഗാചാര്യര് വന്നത് എന്ന് നമ്മൾ കണ്ടു. എന്തുകൊണ്ടാണ് ഇതിനെ ഇത്ര രീതിയിൽ വർണ്ണിക്കാൻ സാധിക്കുന്നത്? അത് നമ്മുടെ ചൈതന്യ ചരിതാമൃതത്തിൽ പറയുന്നു, കൃഷ്ണതുല്യ ഭാഗവത വിഭു സർവശ്രയ പ്രതി ശ്ലോകേ പ്രതി അക്ഷരേ നാനാ അർത്ഥേ കോയ്. കൃഷ്ണതുല്യ ഭാഗവത വിഭു സർവശ്രയ പ്രതി ശ്ലോകേ പ്രതി അക്ഷരേ നാനാ അർത്ഥേ കോയ്. അതായത് ശ്രീമദ് ഭാഗവതം എന്ന് പറയുന്നത് ആര് തന്നെയാണ്? കൃഷ്ണ തുല്യ ഭാഗവത, ഭഗവാൻ, സാക്ഷാൽ ഭഗവാൻ തന്നെയാണ്, പരമദിവ്യോത്തമ പുരുഷനായ ഭഗവാൻ തന്നെയാണ് ശ്രീമദ് ഭാഗവതം. അതുപോലെ പ്രതി ശ്ലോകേ പ്രതി അക്ഷരേ നാനാ അർത്ഥേ കോയ്. അതായത് ശ്രീമദ് ഭാഗവതത്തിലെ
ഓരോ ശ്ലോകത്തിനും അതിലെ ഓരോ വാക്കുകൾക്കും ഓരോ അക്ഷരങ്ങൾക്കും എന്ത് നാനാ അർത്ഥം, അനേകം അർത്ഥങ്ങളുണ്ട് എന്ന് ചൈതന്യ ചരിതാമൃതത്തിൽ പറയുന്നു. അതുകൊണ്ടിട്ടാണ് ഒരൊറ്റ ശ്ലോകം കൊണ്ടിട്ട് നമുക്ക് ഇത്രയൊക്കെ രീതിയിൽ നമുക്ക് ആചാര്യന്മാര് വർണ്ണിച്ചു തരുന്നത്. അതുപോലെ ആത്മാരാമശ്ച മുനയോ നിർഗ്രന്ഥ അപി ഉരുക്രമേ കുറുവന്തി അഹേതുകീം ഭക്തി ഇതം ഭൂത ഗുണോഹരി. നമ്മൾക്ക് ബാഹ്യ ഭൗതിക ആഗ്രഹങ്ങളാൽ ആകർഷിക്കപ്പെടാത്ത സ്വയം സംതൃപ്തരായവരും അതീന്ദ്രിയ ഗുണങ്ങൾ ഉള്ളവരും അത്ഭുതകരമായ പ്രവർത്തനങ്ങൾ നടത്തുന്നവരുമായ ശ്രീകൃഷ്ണന്റെ സ്നേഹനിർഭരമായ സേവനത്തിൽ ആകർഷിക്കപ്പെടുന്നു. അതീന്ദ്രിയമായ ആകർഷണമായ സവിശേഷതകൾ ഉള്ളതിനാലാണ് ഭഗവാൻ ഹരിയെ കൃഷ്ണൻ എന്ന് വിളിക്കുന്നത്. ഇവിടെ പറയുന്നു ഭഗവാന്റെ ഭൗതികപരമായിട്ടുള്ള ആഗ്രഹങ്ങളാൽ ആകർഷിക്കപ്പെടാതെ സംതൃപ്തരായവരും അതീന്ദ്രിയ ഗുണങ്ങൾ ഉള്ളവരും അത്ഭുതകരമായ പ്രവർത്തനങ്ങൾ നടത്തുന്നതുമായ ശ്രീകൃഷ്ണന്റെ സ്നേഹനിർഭരമായ സേവനത്തിൽ ആകർഷിക്കപ്പെടുന്നു. ഇത്രയും രീതിയില് ഈ ശ്ലോകത്തെ വർണ്ണിക്കുവാൻ സാധിക്കുന്നത് എന്തുകൊണ്ടാണ്? ഭഗവാന്റെ ആ ആകർഷണം, അല്ലെ? ഭഗവാന്റെ ആ ആകർഷണത്തിലെ ആ ഒരു ക്വാളിറ്റി കൊണ്ടിട്ടാണ് നമുക്കിത് കേട്ടിരിക്കുവാനും ഇതിനെ ഇത്ര രീതിയിൽ വിവരിക്കുവാനും സാധിക്കുന്നത്. ആ ഭഗവാന്റെ ആ ക്വാളിറ്റി മാത്രമല്ല, അതീന്ദ്രിയമായ ആകർഷണമായ സവിശേഷതകൾ ഉള്ളതിനാൽ ഭഗവാൻ ഹരിയെ കൃഷ്ണൻ എന്ന് വിളിക്കുന്നു. ആ ഒരു ക്വാളിറ്റി ഉണ്ടായതുകൊണ്ട് ഭഗവാനെ കൃഷ്ണൻ എന്ന് വിളിക്കുന്നു. നമ്മൾ ഇവിടെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന എന്താണ്? കഴിഞ്ഞ ക്ലാസ്സില് നമ്മൾ പറഞ്ഞു, ആ മഴയാൽ പെയ്തതിനകത്ത് എന്തുണ്ടായിരുന്നു? കൃഷ്ണ എന്ന നാമം ഉണ്ടായിരുന്നു. ആ കൃഷ്ണ എന്ന ഒരൊറ്റ നാമമാണ് ഇത്രയും വിശേഷണങ്ങൾ ഉണ്ടാകാൻ കാരണം. ഒന്ന്, നമ്മൾ ഭാഗവതമാണ് ചർച്ച ചെയ്യുന്നത്. അത് ഭഗവാൻ തന്നെയാണ്. അതിന്റെ പ്രതി ശ്ലോകം, പ്രതി അക്ഷരം എല്ലാം നാനാ അർത്ഥങ്ങൾ, അനേകം അർത്ഥങ്ങൾ അതിലുണ്ട്. മാത്രമല്ല, ആകർഷണമായിട്ടുള്ള ക്വാളിറ്റി, ആ ഒരു സവിശേഷത ഭഗവാൻ ഉള്ളത് കൊണ്ട് തന്നെ ഭഗവാൻ ഹരിയെ കൃഷ്ണ എന്ന് വിളിക്കുന്നു. ആ നാമമാണ് നമ്മൾ ഇത്രയും പല വിവരണത്തിലൂടെ, ആചാര്യന്മാരുടെ പലതരത്തിലുള്ള വിശേഷണത്തിലൂടെ നമ്മൾ കാണുന്നത്. ഇനി ഗോപികമാരുടെ ഗോപിഗീതമാണ് നമ്മൾ കാണുന്നത്. അതില് ഗോപികമാര് പറയുന്നു, ഭഗവാന്റെ ജനനത്തിലൂടെ വൃന്ദാവനത്തിൽ സംഭവിച്ച മാറ്റം എന്താണെന്ന് ഗോപിഗീതത്തിൽ ഗോപികമാര് വർണ്ണിക്കുന്നു. ശ്രീമദ് ഭാഗവതം 10ാമത്തെ സ്കന്ധം 31ാമത്തെ അധ്യായം 1ാമത്തെ ശ്ലോകം. ഗോപ്യ ഉചു ജയതി തേതികം ജന്മനാവ്രജാ ശ്രയത ഇന്ദിരാ ശാശ്വതത്ര ഹി ദയതി ദൃഷ്ടയം ദിക്ഷു തത്വകാസ് ത്വയി ദൃഷ്ടാ സവാ ത്വം വിചിന്വതേ. ഈ ഭാഗവതത്തില് ഈ ഒരു ഗോപിഗീതത്തിന് മാത്രമാണ് ഇങ്ങനൊരു ട്യൂൺ വരുന്നത്. അവിടെ ഗോപികമാര് പറയാണ്, ജയതി തേ ധികം, അതായത് വൃന്ദാവനം ഓൾറെഡി ഓസ്പീഷ്യസ് ആയിരുന്നു, അതായത് സമൃദ്ധിയും സന്തോഷവും ഒക്കെ ഉണ്ടായിരുന്ന ഒരു സ്ഥലം തന്നെ ആയിരുന്നു വൃന്ദാവനം. പക്ഷെ എന്താ സംഭവിച്ചത്? ജയതി തേ അധികം, ഭഗവാൻ ജനിച്ചതിന് ശേഷം അധികം ആ മാധുര്യവും അതിന്റെ ശ്രേഷ്ഠതയും, വൃന്ദാവനത്തിന്റെ ശ്രേഷ്ഠതയും വൃന്ദാവനത്തിലെ ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും അധികം വർദ്ധിക്കുകയാണ് ഉണ്ടായത് എന്ന് ഗോപികമാര് പറയുന്നു. അല്ലയോ കൃഷ്ണ, അല്ലയോ ശ്യാമസുന്ദര, നിന്റെ ജനനത്താൽ വൃന്ദാവനം ഒന്നും കൂടി സമ്പൽ സമൃദ്ധിയിലും സന്തോഷത്തിലും ഐശ്വര്യത്തിലും ആകുകയാണ് ചെയ്തത് എന്ന് ഗോപികമാര് പറയുന്നു. മാത്രമല്ല, ശ്രേയത ഇന്ദിര ശാശ്വത് അത്രഹി, അതായത് ഇവിടെ ഇന്ദിരയെ ആരായിട്ടാണ് വർണ്ണിക്കുന്നത്? ലക്ഷ്മി ദേവിയായിട്ടാണ് പറയുന്നത്. ലക്ഷ്മി വർണ്ണനയായിട്ടാണ് ആചാര്യന്മാര് പറയുന്നത്. അതായത് വൃന്ദാവനത്തില് മഹാരാജാവിനെ സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ ഉപജീവന മാർഗം എന്ന് പറയുന്നത് എന്താണ്? പാലാണ്.
പാല് വെച്ചിട്ടാണ് അദ്ദേഹം ജീവിക്കുന്നത്. ആ പാല് ആ ഒരു ആ, അങ്ങനെ രീതിയിലുള്ള കച്ചവടമാണ് അവിടെ നടക്കുന്നത്. അതുകൊണ്ടിട്ട് അവിടെ ആ പാലിൽ ആ ഒരു കാർഷിക വിളവ് അവിടെ വർദ്ധിക്കുകയാണ് ഉണ്ടായത്. ആരുടെ കടാക്ഷത്താൽ? ലക്ഷ്മി ദേവിയുടെ കടാക്ഷത്താൽ. എന്താ സംഭവിച്ചത്? നീ ഇവിടെ ജനിച്ചപ്പോഴത്തേക്കും അല്ലയോ ശ്യാമസുന്ദര, ലക്ഷ്മി ദേവി വൈകുണ്ഠം ഉപേക്ഷിച്ച് വൃന്ദാവനത്തിൽ അഭയം പ്രാപിച്ചു. അതാണ് ശ്രയത ഇന്ദിര ശാശ്വത് അത്രഹി. വൈകുണ്ഠം ഉപേക്ഷിച്ച് ലക്ഷ്മി ദേവി എവിടെ വന്ന് അഭയം പ്രാപിച്ചു? വൃന്ദാവനത്തിൽ അഭയം പ്രാപിച്ചു. അതിന്റെ ഐശ്വര്യം ആർക്കുണ്ടായി? വൃന്ദാവനത്തിലുണ്ടായി, നന്ദ മഹാരാജാവിനുണ്ടായി. അദ്ദേഹത്തിന്റെ കാർഷിക വ്യവസ്ഥയിൽ അത്രത്തോളം വർധനയുണ്ടായി എന്ന് പറയുന്നു. അവിടെ വൃന്ദാവനത്തില് ബൽവണില് ലക്ഷ്മി ദേവി തപശ്ചര്യ അനുഷ്ഠിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. എന്തിനെന്നാൽ ഭഗവാന്റെ രാസലീലയില് ഭാഗമാകാൻ വേണ്ടിയിട്ട്. അവിടെ അങ്ങനെയും ആചാര്യന്മാര് നമുക്ക് പറഞ്ഞു തരുന്നു. അവിടെ അങ്ങനെ ഒരു സ്ഥലം ബൽവനില് ലക്ഷ്മി ദേവി അവിടെ തപശ്ചര്യ അനുഷ്ഠിക്കുന്നുണ്ട് ഭഗവാന്റെ രാസലീലയില് പങ്കെടുക്കാൻ. മാത്രമല്ല ലക്ഷ്മി ചഞ്ചലയാണ്, അല്ലെ? കാശ് വരും പോകും, പണം ഒരു 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 നമ്മുടെ ജീവിതത്തിന്റെ ഒരു ഘട്ടത്തില് നമ്മൾ സമ്പന്നരായിരിക്കാം, ഒരുപക്ഷെ ഒരു ഘട്ടം കഴിയുമ്പോൾ നമുക്ക് അതൊക്കെ നഷ്ടപ്പെട്ടു എന്ന് വരും പോകാം. പക്ഷേ വൃന്ദാവനത്തിൽ അങ്ങനെയല്ല. ശാശ്വത്, ലക്ഷ്മി ദേവി ചഞ്ചലയല്ല വൃന്ദാവനത്തില്, ശാശ്വത് അവിടെ അഭയം പ്രാപിച്ചിരിക്കുകയാണ്. ശാശ്വതമായിട്ട് അവിടെ നിലകൊള്ളുകയാണ് ലക്ഷ്മി ദേവി. ചഞ്ചലയല്ല ലക്ഷ്മി ദേവി അവിടെ. ആ അതുകൊണ്ട് തന്നെ ലക്ഷ്മി ദേവിയുടെ ഐശ്വര്യവും ആ ഒരു സമ്പൽ സമൃദ്ധിയും എല്ലായ്പ്പോഴും വൃന്ദാവനത്തിൽ ഉണ്ടാകുന്നു എന്ന് ഗോപികമാര് പറയുന്നു. മാത്രമല്ല അവിടെ ഈ ഈ ഒരു പാല് ആ ഒരു കാർഷിക വിളവായതുകൊണ്ട് തന്നെ അവിടെ ശ്വേതദ്വീപായി മാറിയിരിക്കുകയാണ് എന്നും ആചാര്യന്മാര് പറയുന്നു. അതായത് ആ പാല് കൊണ്ടിട്ട് അവിടെ ഒരു ദ്വീപ് തന്നെ, അത്രത്തോളം വിളവാണ് അവിടെ ഉണ്ടാകുന്നത്. അങ്ങനെ ഒരു ദ്വീപ് പോലെ അവിടെ ആയി, വൃന്ദാവനം ഒരു ശ്വേതദ്വീപായി എന്നും ആചാര്യന്മാര് വർണ്ണിക്കുന്നു. അവിടെ രസകരമായിട്ട് ആചാര്യന്മാര് പറയാണ്, ശ്രീമദ് നാരായണൻ ആരാണ്? ലക്ഷ്മി ദേവിയുടെ പതിയാണ്, അല്ലേ? ലക്ഷ്മി ദേവി നാരായണന്റെ അർദ്ധാംഗിനിയാണ്. അപ്പോ ശ്രീമദ് നാരായണൻ ഇങ്ങനെ വൃന്ദാവനത്തിൽ ഓടി നടക്കുന്ന സമയത്ത്, അവിടെ ഇവിടെ അങ്ങായിട്ട് വൃന്ദാവനത്തിൽ ഓടി നടക്കുമ്പോ അവിടെ ലക്ഷ്മി കടാക്ഷം ഇല്ലാണ്ടിരിക്കോ എന്ന് ആചാര്യന്മാര് പറയുന്നു. വൃന്ദാവനത്തിലാകെ ആ വൃന്ദാവനത്തിന്റെ ഓരോ മണ്ണിലും ഭഗവാന്റെ കാൽപാദം, ആ മുദ്രകളൊക്കെയാണ് പതിയുന്നത്. അപ്പൊ അവിടെ ലക്ഷ്മി കടാക്ഷം ഇല്ലാതെ ഇരിക്കുമോ എന്ന് ആചാര്യന്മാര് പറയുന്നു. ഇനി ഈ ഇന്ദിര ശാശ്വത് ശ്രയത ഇന്ദിര ശാശ്വത് അത്രഹി, ഇവിടെ ഇന്ദിരയെ രാധാറാണിയായിട്ടും പറയുന്നുണ്ട്, അല്ലെ? അവിടെ ഭഗവാൻ ഒരു 10 വയസ്സ് കഴിഞ്ഞിട്ട് മധുരയിലേക്ക് പോകുന്നു. മധുരയിൽ നിന്നും ദ്വാരകയിലേക്ക് അദ്ദേഹം പോകുന്നു. പക്ഷേ രാധാറാണി വൃന്ദാവനം ഉപേക്ഷിച്ച് എവിടെയും പോയിട്ടില്ല എന്ന് ആചാര്യന്മാർ പറയുന്നു. അവിടെ ശാശ്വതമായിട്ട് ആ ഇന്ദിര, ആര്? രാധാറാണി വസിക്കുന്നുണ്ട് എന്നും ആചാര്യന്മാര് വിശദീകരിക്കുന്നു. അപ്പോ ഒരു വ്യക്തി വൃന്ദാവനത്തിലേക്ക് പ്രവേശിക്കുകയാണ് എങ്കിൽ ശരിക്കും ആ വ്യക്തി എവിടേക്കാണ് പ്രവേശിക്കുന്നത്? രാധാറാണിയുടെയും ഭഗവാന്റെയും ഹൃദയത്തിലേക്കാണ് പ്രവേശിക്കുന്നത് എന്ന് ആചാര്യന്മാർ പറയുന്നു. കാരണം വൃന്ദാവൻ എന്ന് പറയുന്നത് രാധാറാണിയുടെ ഹൃദയമാണ് എന്ന് ആചാര്യന്മാര് വർണ്ണിക്കുന്നു. ഒരു വ്യക്തി വൃന്ദാവനത്തിലേക്ക് പ്രവേശിക്കുകയാണ് എങ്കിൽ ആ വ്യക്തി ആരുടെ ഹൃദയത്തിലേക്കാണ് പ്രവേശിക്കുന്നത്? രാധാറാണിയുടെയും ഭഗവാന്റെയും ഹൃദയത്തിലേക്കാണ് പ്രവേശിക്കുന്നത്. എല്ലാ ഐശ്വര്യത്തോടെയും ഒപ്പുലന്റ് ആയിട്ട്, എല്ലാ പൊട്ടൻസിയോടുകൂടിയും അവിടെ ആരുണ്ട്? ശ്രീമതി രാധാറാണി ഉണ്ട്. ഒരിക്കലും രാധാറാണിക്ക് വൃന്ദാവനം ഉപേക്ഷിച്ച് എവിടെയും പോകാൻ സാധിക്കുകയില്ല. അപ്പം ഈ ഒരു കാര്യത്തില്, ഈ ഒരു ശ്ലോകത്തില് ഗോപിഗീതത്തില് ഗോപികമാര് പറയുകയാണ്, വൃന്ദാവനത്തിൽ ഭഗവാന്റെ വൃന്ദാവനം മധുരമായിരുന്നു, ശ്രേഷ്ഠമായ പ്രദേശമായിരുന്നു, ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ജയത്തിത്തെ അധികം, ഭഗവാൻ ജനിച്ചതോടുകൂടി അതൊക്കെ ഒന്നും കൂടെ ഒന്ന് വർദ്ധിക്കുകയാണ് ചെയ്തത്. മാത്രമല്ല സ്വയം ലക്ഷ്മി ദേവി പോലും വൈകുണ്ഠം ഉപേക്ഷിച്ച് വൃന്ദാവനത്തിൽ ശാശ്വതമായിട്ട് നിലകൊണ്ടു. ആ ഒരു ഐശ്വര്യം വൃന്ദാവനത്തിൽ ഉണ്ടായി, അല്ലെ? അവിടുത്തെ
പശുക്കൾ ഓരോരുത്തരും പാൽ ചുരത്തുന്നത് തന്നെ തങ്ങളുടെ പിതാവിനെ മാറ്റിയിട്ട് അവർ പാൽ ചുരത്തി ഭഗവാന് നൽകാനാണ് അവരുടെ താല്പര്യം. അതുപോലെ ഗോപികമാർക്ക് തങ്ങളുടെ കുട്ടിയെ പരിപാലിക്കുന്നതിനേക്കാൾ ഭഗവാനെ പരിപാലിക്കാനാണ് അവർക്ക് ഇഷ്ടം. അത്രത്തോളം ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും സന്തോഷവും ആനന്ദവും അവിടെ നിറഞ്ഞു. ജയത്തിത്തെ അതിക്കം, നിന്റെ ജനനത്താൽ അതൊക്കെ വർദ്ധിച്ചു അല്ലയോ ശ്യാമസുന്ദര എന്ന് ഗോപിഗീതത്തിൽ ഗോപികമാര് പറയുന്നു. ഇനി ആചാര്യന്മാര് പറയുകയാണ്, വൃന്ദാവൻ, അതായത് വൃന്ദാദേവിയെ കുറിച്ചിട്ട്, വൃന്ദാവനത്തിലെ വൃന്ദാദേവിയെ കുറിച്ചിട്ടാണ് ആചാര്യന്മാര് വർണ്ണിക്കുന്നത്. എന്താണ് വൃന്ദാദേവിയുടെ മഹത്വം എന്ന് ഈ ഒരു ശ്ലോകത്തിൽ നമുക്ക് കാട്ടിത്തരുന്നു. ത്വം അഞ്ജനേയ പല്ലവ പുഷ്പഭൃംഗ വൃന്ദാഭിർ മാധവ കേളി കുഞ്ചഃ മാധവ് ആതിപർ ഭന്തി വിപുണ്ടയേ വൃന്ദേ നമസ്തേ ചരണാരവിന്ദം. ത്വം അഞ്ജനേയ പല്ലവ പുഷ്പവ ഭൃംഗ വൃന്ദാഭിർ മാധവ കേളി കുഞ്ചഃ മാധവ് ആതിപർ ഭന്തി വിപുഷ്യമാണ വൃന്ദേ നമസ്തേ ചരണാരവിന്ദം. അതായത് വൃന്ദാവനത്തിലെ എല്ലാ ലീലകളും, വൃന്ദാവനത്തിൽ ഏതൊക്കെ തരത്തിലുള്ള ലീലകളാണോ സംഭവിക്കുന്നത് അതിനെല്ലാം അതിനുള്ള തയ്യാറെടുപ്പുകളെല്ലാം നടത്തുന്നത് വൃന്ദാദേവിയാണെന്ന് പറയുന്നു. തുളസി, by your command, the playgrounds of Krishna appear beautifully decorated by the tender leaves, flowers, bees, dates and honey and other sweet them. Salutation to your lotus feet. അല്ലയോ ദേവി, നിന്റെ ആജ്ഞ അനുസരിച്ചാണ് വൃന്ദാവനത്തിലെ ഓരോ തളിർ ഇലകളും അതുപോലെ പൂക്കളും അതുപോലെ വണ്ടുകളും അതുപോലെ മാനും അതുപോലെ തേനും എല്ലാം തന്നെ നിന്റെ ആജ്ഞകളെ അനുസരിച്ചാണ് അവർ അത്തരത്തിലാണ് തയ്യാറെടുപ്പുകൾ നടത്തുന്നത്. എന്തിന്? ഭഗവാന് വേണ്ടിയിട്ട്. നിന്റെ ആജ്ഞയെയാണ് അവർ അനുസരിക്കുന്നത് എന്ന് ഇവിടെ ആചാര്യന്മാര് വർണ്ണിക്കുന്നു. അവരുടെ ലീലകൾക്ക് വേണ്ടിയിട്ട്, രാധാകൃഷ്ണന്മാരുടെ ലീലകൾക്ക് വേണ്ടിയിട്ട് അവിടെ തയ്യാറെടുപ്പുകൾ നടത്തുന്നത് ആരാണ്? വൃന്ദാദേവിയാണ്. അതുപോലെ തന്നെ വൃന്ദാദേവിയാണ് തീരുമാനിക്കുന്നത് ഏത് വൃക്ഷത്തിൽ ഏത് ഫലമാണ് വേണ്ടത്. നമ്മളുടെ ഇവിടെ മാവിൽ നോക്കിയാൽ മാങ്ങയാണ് കാണുക. ഒരുപക്ഷെ വൃന്ദാവനത്തിൽ വൃന്ദാദേവി വിചാരിച്ചാൽ മാവിൽ ആപ്പിളും വരും. അങ്ങനെയും ആചാര്യന്മാർ വർണ്ണിക്കുന്നു. ഒരുപക്ഷെ മാവില് ആപ്പിൾ വരാം, ഒരുപക്ഷെ ആപ്പിളില് മാങ്ങയാവാം. അങ്ങനെയൊക്കെ ആപ്പിൾ മരത്തില് മാങ്ങ അല്ലെങ്കിൽ ജാക്ക് ഫ്രൂട്ട്, പ്ലാവില് ഒരു പക്ഷെ ചക്കയല്ലാതെ വേറെ എന്തെങ്കിലും ഫലങ്ങളായിരിക്കാം. അപ്പൊ വൃന്ദാദേവി എന്താണോ തീരുമാനിക്കുന്നത്, എവിടെ എങ്ങനെ വൃന്ദാദേവി തീരുമാനിക്കുന്നു അതിനനുസരിച്ചാണ് അവിടെ ഓരോന്നും. ടെൻഡർ ലീവ്സ്, അതായത് തളിരിലകളായാലും അല്ലെങ്കിൽ അവിടുത്തെ വൃക്ഷങ്ങളിലെ ഫലങ്ങളായാലും കായ്ക്കുന്നതും പൂവിടുന്നതും ഒക്കെ വൃന്ദാദേവിയുടെ കമാൻഡിലാണ് എന്ന് ആചാര്യന്മാര് പറയുന്നു. അപ്പൊ അങ്ങനെയുള്ള ആ ഒരു വൃന്ദാവനത്തിലേക്കാണ് ആര് പ്രവേശിക്കാൻ പോകുന്നത്? ഗർഗാചാര്യര് പ്രവേശിക്കാൻ പോകുന്നത്. ഓൾറെഡി അവിടെ ഭഗവാന്റെ ജനനത്തിലൂടെ അവിടെ എല്ലാ സമ്പൽ സമൃദ്ധിയും ഐശ്വര്യങ്ങളും ഒക്കെ അടങ്ങിയിരിക്കുകയാണ്. ആ ഒരു വൃന്ദാവനത്തിലേക്ക് മധുരയിൽ നിന്നിട്ട് ആ വൃന്ദാദേവി, അതായത് വൃന്ദാദേവിയുടെ കമാൻഡിൽ വൃന്ദാദേവി എന്താണോ നിർദ്ദേശം നൽകുന്നത് ആ ഒരു നിർദ്ദേശത്തിൽ കാര്യങ്ങൾ സംഭവിക്കുന്ന ആ വൃന്ദാവനത്തിലേക്ക് ആര് പ്രവേശിക്കുന്നു? ഗർഗാചാര്യര് പ്രവേശിക്കുന്നു. ഇത് കഴിഞ്ഞിട്ട് ആ വരുന്ന, അതായത് നമ്മൾ നേരത്തെ പറഞ്ഞു ഗൃഹസ്ഥാശ്രമികളായിട്ടുള്ള നമ്മുടെ ജീവിതത്തില് ഒരു പുരോഹിതന്റെ അല്ലെങ്കിൽ ഒരു തപസ്വിയുടെ, ഒരു ഗുരുവിന്റെ ആവശ്യകത എന്താണ്, അല്ലെങ്കിൽ എങ്ങനെയാണ് ആ ഒരു ഗുരുവിനെ നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ സ്വീകരിക്കേണ്ടത്, എങ്ങനെയാണ് അദ്ദേഹത്തെ സേവിക്കേണ്ടത്, ഇതൊക്കെയാണ് ഇനി രണ്ടാമത്തെ ശ്ലോകത്തിലേക്ക് വരുമ്പോൾ നമുക്ക് നന്ദ മഹാരാജാവിലൂടെ കാട്ടിത്തരുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഒന്നാമത്തെ ശ്ലോകത്തിലും രണ്ടാമത്തെ ശ്ലോകത്തിന്റെ ഇടയ്ക്ക് സംഭവിക്കുന്ന കാര്യങ്ങൾ. ഇത്ര രീതിയിൽ നമുക്കതിനെ വിശദീകരിച്ച് കാണുവാൻ സാധിക്കും. രണ്ടാമത്തെ ശ്ലോകത്തില് ഗർഗാചാര്യരെ വളരെ വിനയപൂർവം സ്വീകരിക്കുന്ന നന്ദ മഹാരാജാവിനെ ആണ് നമ്മൾ കാണുന്നത്. ശ്രീമദ് ഭാഗവതം 10ാമത്തെ സ്കന്ധം 8ാമത്തെ അധ്യായം 2ാമത്തെ ശ്ലോകം. തം ദൃഷ്ട്വാ പരമപ്രധാ പ്രത്യുത്ഥയ കൃതാഞ്ജലി അനാർച്ചദോക്ഷജദ്ധിയ പ്രണിപാത
പുരസ്സരം. അതായത് തം ദൃഷ്ട്വാ പരമവൃഥ പ്രത്യുത്ഥയ കൃതാഞ്ജലി അനാർച്ചദോക്ഷജ ധിയ പ്രണിപാത പുരാശ്രമം. അതായത് നന്ദ മഹാരാജാവ് ഗർഗമുനി തന്റെ ഗൃഹത്തില് വന്നു എന്ന് കണ്ടിട്ട് നന്ദ മഹാരാജാവ് വളരെ വിനയാന്വിതനായിട്ട് അദ്ദേഹത്തെ സ്വീകരിക്കുകയും തന്റെ ഇരിപ്പിടത്തിൽ നിന്ന് എണീറ്റ് അദ്ദേഹത്തെ സ്വീകരിക്കുകയും അദ്ദേഹത്തിന്റെ ഗർഗമുനിയെ കണ്ടപ്പോഴത്തേക്കും അദ്ദേഹത്തിന്റെ കണ്ണിൽ നിന്ന് ആ ഒരു അധോക്ഷജ, ഹി വാസ് വെരി ഓർഡിനറി പേഴ്സൺ സീൻ ബൈ മെറ്റീരിയൽ സെൻസസ്. അതായത് ഒരു സാധാരണയായിട്ടുള്ള ഒരു വ്യക്തിയല്ല ഗർഗാചാര്യ. അദ്ദേഹം അത്രയും പുരോഹിതനും അതുപോലെ തന്നെ തപസ്വിയുമാണ്. അപ്പൊ അങ്ങനെ ഒരു വ്യക്തിയെ കണ്ടപ്പോഴത്തേക്കും വളരെ വിനയത്തോടെ തന്റെ ഇരിപ്പിടത്തിൽ നിന്നും എണീറ്റ് അദ്ദേഹത്തെ സ്വീകരിക്കാനായിട്ട് നന്ദ മഹാരാജാവ് അങ്ങോട്ട് ഓടുകയാണ്. ഇത്രയും പുരോഹിതനും ഇത്രയും ശ്രേഷ്ഠനുമായ ആരെ സ്വീകരിക്കാൻ? ഗർഗാചാര്യരെ സ്വീകരിക്കാൻ. അപ്പോ ആ സ്വീകരണവും അദ്ദേഹത്തെ എങ്ങനെയാണ് സേവിക്കുന്നത് എന്നും ആണ് നമ്മള് ഇനി രണ്ടാമത്തെ ശ്ലോകത്തില് കാണുന്നത്. അത് നമുക്ക് ഇനി ഒരു ക്ലാസ്സില് നമുക്ക് അതിനെ കുറിച്ച് വിശദീകരിച്ച് കാണാം. ഹരേ കൃഷ്ണ. വാഞ്ചാകൽപതരൂപേശ്ച കൃപാ സിന്ധുഭ്യേവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. ഹരേ കൃഷ്ണ.